ഒമാനിലെ സുൽത്താൻ ഹൈത്തം സിറ്റിയുമായി ബന്ധപ്പെട്ട നിർണായക കരാറുകൾ ഒപ്പുവെച്ചു. നിർമ്മാണവും വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട $1 കോടി കരാറുകളാണ് ഒപ്പുവെച്ചത്. സാംസ്കാരിക കായിക യുവജനക്ഷേമ മന്ത്രിയുടെ മേൽനോട്ടത്തിലായിരുന്നു ചടങ്ങുകൾ. ഒമാനിലെ ഭാവി നഗര പദ്ധതിയായ സുൽത്താൻ ഹൈതം സിറ്റിയുടെ ആദ്യഘട്ടത്തിൽ വരുന്ന 35ലധികം വികസന പങ്കാളിത്ത കരാറുകളിലാണ് ഭവന നഗര ആസൂത്രണ മന്ത്രാലയം ഒപ്പുവെച്ചത്. മസ്കറ്റിലെ റോയൽ ഓപ്പറ ഹൌസിൽ നടന്ന ചടങ്ങിൽ ഒമാൻ സാംസ്കാരിക കായിക യുവജനക്ഷേമ മന്ത്രി സയ്യിദ് ദിയാസിൻ ബിൻ ഹൈതം അൽ സയ്യിദ് മേൽനോട്ടം വഹിച്ചു. സാങ്കേതിക സഹകരണം, എഞ്ചിനീയറിംഗ് കൺസൾട്ടിംഗ്, നിർമ്മാണ പ്രവർത്തനം, പ്രൊജക്ട് ലേഔട്ട്, ഭാവി നഗരങ്ങളുടെ രൂപകൽപ്പന തുടങ്ങി വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് കരാറുകൾ. സുൽത്താൻ ഹൈതം സിറ്റിയുടെ ആദ്യഘട്ടം 50 ലക്ഷം ചതുരശ്ര മീറ്ററിലധികം വരുന്ന വിസ്തീർണത്തിലാണ് ഒരുങ്ങുന്നത്. ഇതിൽ 30 ലക്ഷം ചതുരശ്ര മീറ്റർ പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കും. 39,000-ലധികം ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന 7,000-ലധികം ഭവന യൂണിറ്റുകളാണ് ഹൈതം സിറ്റിയിലുണ്ടാകുക. 9-ലധികം കൺസൾട്ടൻസി കരാറുകൾ, 8 റിയൽ എസ്റ്റേറ്റ് വികസന കരാറുകൾ, സാങ്കേതിക സഹകരണ കരാർ, 10 പുതിയ ഡിസൈൻ കരാർ, ഡെലിവറി കരാർ എന്നിങ്ങനെയാണ് വിവിധ കരാറുകൾ. സെൻട്രൽ പാർക്ക്, നാഷണൽ സെന്റർ ഫോർ വിമൺ ആൻഡ് ചിൽഡ്രൻ ഹെൽത്ത്, റഫറൽ ഹോസ്പിറ്റൽ, ഒമാൻ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ബോർഡിന്റെ കെട്ടിടങ്ങൾ, ഹയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ്, സർക്കാർ സർവകലാശാല തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പദ്ധതി. ഇന്റർനാഷണൽ പ്രൈവറ്റ് സ്കൂൾ, പോലീസ് സ്റ്റേഷൻ, സിവിൽ ഡിഫൻസ് സെന്റർ, പ്രദേശത്തെ കരകൗശല ഉൽപ്പന്നങ്ങൾക്കുള്ള ദേശീയ കേന്ദ്രം, 4 ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയും സുൽത്താൻ ഹൈതം സിറ്റിയുടെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.